അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ ശവസംസ്കാരം വൈകിട്ട് 4-ന് നടക്കും. 11 മണിയോടെ മൃതദേഹം വണ്ടിപ്പെരിയാറിൽ പൊതുദർശനത്തിന് വെക്കും. തോട്ടം തൊഴിലാളികൾക്കായി പ്രവർത്തിച്ച നേതാവിനെയാണ് വാഴൂർ സോമന്റെ വിയോഗത്തിലൂടെ നഷ്ടമാകുന്നത്. പേരിനൊപ്പം ജനിച്ച സ്ഥലം കൊണ്ടു നടന്നപ്പോഴും കോട്ടയം വാഴൂർ എന്ന സ്ഥലം കൊണ്ടു നടന്നപ്പോഴും ഇടുക്കിക്കാർക്കായി പ്രത്യേകിച്ചും പീരുമേട്ടിലെ തൊഴിലാളി വർഗത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു വിട്ടുപിരിയുന്നത്. 4 മണിയോടെ കൂടിയിട്ടാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ദുഃഖവാർത്ത അറിഞ്ഞ ഉടനെ തന്നെ ഈ വീട്ടിലേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണ്. നമുക്കറിയാം എത്രത്തോളം തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടും മറ്റും നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ് വാഴൂർ സോമൻ MLA എന്ന് പറയുന്നത്. സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ മോഹിക്കാതെ തീർത്തും തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് മാത്രം നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞ 2021 മാത്രമാണ് അദ്ദേഹം ഒരു സ്ഥാനത്തേക്ക് വന്നത്, MLA എന്ന് പറയുന്ന ഒരു പദവിയിലേക്ക് വന്നത്. ഒരു 10:15 കൂടി വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ പൊതുദർശനം വെക്കുകയും അവിടുന്ന് 3 മണിക്ക് വിലാപയാത്രയായി പാമ്പനാറിൽ പാർട്ടിയുടെ മുതിർന്ന സഖാവ് SK ആനന്ദൻ്റെ സ്മൃതി മണ്ഡപത്തിനടുത്തായിട്ട് സംസ്കരിക്കുന്നതാണ്. എല്ലാ കാര്യങ്ങളും അറേഞ്ച്മെൻ്റ് ആയിട്ടുണ്ട്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട സഹാക്കന്മാരുമായിട്ട് കൂടിയാലോചിച്ചിട്ടുള്ള തീരുമാനമാണ് അറിയിക്കുന്നത്. പൊതുജനങ്ങളോടെല്ലാം ഈ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ, അതായത് തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വീട്ടിലേക്കാണെങ്കിലും ഈ പൊതുദർശനം നടക്കുന്ന ഹോളിലേക്കാണെങ്കിലും ഈ തോട്ടം തൊഴിലാളികളായിരിക്കും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിനെ കാണാനായിട്ട് എത്തുന്നത്. എല്ലാവർക്കും കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കിയില്ല. തീർച്ചയായിട്ടും എല്ലാവർക്കും കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. 1974 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്ത് നിന്ന് വാഴൂരിൽ നിന്നും പാർട്ടിയുടെ ഉത്തരവാദിത്വ പ്രകാരം ഇവിടെ അന്നത്തെ ഒരു പ്രതികൂലമായ കാലാവസ്ഥയിൽ പാർട്ടിയെ കെട്ടിപ്പടുന്നതിന് വേണ്ടിയും ട്രേഡ് യൂണിയൻ കെട്ടിപ്പടുന്നതിന് വേണ്ടിയും വാഴൂർ സോമൻ നടത്തിയിട്ടുള്ള പ്രവർത്തനം ഒരിക്കലും വിസ്മരിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നതല്ല. സഖാവിൻ്റെ നേതൃത്വപാഠമായ സംവിധാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ പീരുമേട്ടിലും ജില്ലയിലൊക്കെ ഇത്ര വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ സഖാവിൻ്റെ ഒരു ത്യാഗപൂർണ്ണമായ പ്രവർത്തനം ഈ പാർട്ടിക്കുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ സഖാവ് തൊഴിലാളികളുടെ ആവശ്യങ്ങൾക്കൊപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത്. മുതലാളിത്തോട് ചേർന്ന് നിന്ന് തൊഴിലാളികളെ ഒറ്റക്കൊടുക്കുന്ന നിലപാട് ഒരിക്കലും സ്വീകരിച്ചിട്ടില്ല. തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി നിരന്തരമായി സഖാവിൻ്റെ പോരാട്ടം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പീരുമേട്ടിലും ഈ ജില്ലയിലും സംസ്ഥാനത്തും നല്ല വളർച്ചയുള്ള യാതൊരു തർക്കവുമില്ല. 11 മണിയോട് കൂടിയിട്ട് വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിലും അദ്ദേഹത്തിന് അവസാനമായിട്ട് ഒരു നോക്ക് കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ടാവും. അതിനുശേഷം 4 മണിയോട് കൂടിയിട്ടായിരിക്കും സംസ്കാരം നടത്തുക.